നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മാധ്യമങ്ങൾ കുറച്ചു ദിവസമായിട്ട് വലിയ രീതിയിൽ അത് കൊണ്ടാടുമ്പോൾ അതിന് പിന്നിൽ പല രീതിയിലുള്ള ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ ആരും തൊടാത്ത തരത്തിലുള്ള ചില ആംഗിളുകളിലൂടെ ചില ബോധവൽക്കരണത്തിന്റെ പോസ്റ്റാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് പങ്കുവെക്കുന്നത്. നമുക്ക് ആ പോസ്റ്റിനെ കുറിച്ചിട്ടൊന്ന് വിശദമായി പരിശോധിക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം കാണാനായിട്ട് സാധിക്കുന്നില്ല. തികച്ചും ആരോഗ്യകരമായിട്ടുള്ള ഒരു ബോധവൽക്കരണമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നത്. പീഡനം പീഡനം പീഡനം, ഇങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങളുണ്ട്. ഇതിലേതാ ശരിയായ സ്പെല്ലിംഗ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും തണുപ്പ് സമയത്ത് ചാനൽ ന്യൂസ് കേൾക്കാൻ ഒരു സുഖമുണ്ട്. പീഡനം, ഗർഭം, പീഡനഗർഭം, അലസൽ, പീഡന നിരീക്ഷകർ, അറസ്റ്റ്, ജയിൽ. ഈ കേസൊക്കെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ സഹനശേഷിയും കഷ്ടപ്പാടുമൊക്കെ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഈ സംഗതികളിൽ പൊട്ടിച്ചിരിക്കുന്ന വേറൊരു വിഭാഗക്കാരുണ്ട്. രാഷ്ട്രീയ പ്രതിയോഗികളെ കുറിച്ചല്ല, നല്ല ഒന്നാം തരം തറവാടികളായ വൈറസുകളെ കുറിച്ചും ബാക്ടീരിയകളെ കുറിച്ചുമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കോടതി തെളിവുകളില്ലാതെ വെറുതെ വിട്ടാലും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെ പകരുന്ന അണുബാധകൾ ആരെയും വെറുതെ വിടില്ല. വേലി ചാടി വരുന്ന എക്സും വൈയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, എക്സിന്റെ ഒരേ ഒരു പങ്കാളി വൈയും വൈന്റെ ഒരേ ഒരു പങ്കാളി എക്സും ആയിരിക്കണമെന്നില്ല. ABCD മുതൽ Z വരെ രഹസ്യക്കാർ ഈ ചങ്ങലയിൽ ഉണ്ടാകാം. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് താഴെ പറയുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ ശൃംഖലയിൽ മുഴുവൻ പേർക്കും സൗജന്യമായി അത് കിട്ടും. ധാരാളം ചെറുപ്പക്കാർ ഇത്തരം അണുബാധകളുമായി അടുത്ത കാലത്ത് ആശുപത്രികളിൽ വരുന്നുണ്ട്. ഗർഭനിരോധന ഉറകളാണ് ഒരു സുരക്ഷിത മാർഗം. പക്ഷേ ഗർഭനിരോധന ഉറകൾ പോലും 100% സുരക്ഷിതമല്ല എന്ന് അതിൻ്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ നിന്നെ ഗർഭിണിയാക്കും എന്ന് അണ്ണൻ വീമ്പിളക്കുമ്പോൾ ഞാൻ നിന്നെ സ്ഥിരമായി കിടത്തുമെന്ന് രോഗാണു ഒരുപക്ഷെ ആക്രോശിക്കും. ഗർഭമായി എന്ന് പറയുമ്പോൾ തന്നെ ഉറ ഉപയോഗിച്ചിട്ടില്ല എന്ന് അറിയാമല്ലോ. തീർച്ചയായും അണുബാധയ്ക്കും ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ABCDEF അംഗങ്ങൾ ഇടയ്ക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ. ഈ അണുബാധകൾ പലതും ജീവിതം താറുമാറാക്കുന്നതുമാണ്. എയ്ഡ്സ് ആണ് പ്രധാനി. മരുന്നുകൾ കുറേയൊക്കെ ഫലപ്രദമാണെങ്കിലും കാര്യങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടും. ഏത് ആശുപത്രിയിൽ ചികിത്സയ്ക്കോ ഓപ്പറേഷനോ പോയാലും HIV ടെസ്റ്റ് ചെയ്യും. അതിൽ രോഗം കണ്ടെത്തുകയും സംഗതികൾ കീഴ്മേൽ മറിയുകയും ചെയ്യും. അടുത്ത കാലത്തായി HIV ബാധിതരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഉയർന്ന മരണനിരക്കാണ് എയ്ഡ്സ് രോഗത്തിന്. വൈറൽ മഞ്ഞപ്പിത്തം പടർത്തുന്ന ഹെപ്പറ്റൈറ്റിസ് Bയും Cയുമാണ് വേറെ 2 പേർ. രണ്ടും അത്ര നിസ്സാരക്കാരല്ല. ജീവിതം മുഴുവൻ കൂടെ കാണും. ആശുപത്രിയിൽ ഒരു ചെറിയ ഓപ്പറേഷന് പോയാൽ പോലും ഈ 3 രോഗങ്ങളും സ്ക്രീൻ ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ ബയോഹസാർഡ് എന്ന ലേബൽ ചെയ്യും. പിന്നെ എല്ലാം അധിക ചിലവാണ്. ജീവൻ തന്നെ നഷ്ടമാകുന്ന ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, കരളിലെ ക്യാൻസർ, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ഹെർബ്സ് സിംപ്ലക്സ് ആണ് വേറൊരു ക്ഷണിക്കാത്ത അതിഥി. കൊല്ലില്ല, പക്ഷെ വിട്ടുപോകില്ല. കാലാകാലങ്ങളിൽ ചൊറിച്ചിലും നീറ്റലും വ്രണങ്ങളും ഒക്കെയായി നടക്കാം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഇങ്ങനെയും ഒരു വൈറസ് ഉണ്ട്. വളരെ സാധാരണം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആണ്. സെർവിക്കൽ ക്യാൻസർ, പിനൈൽ ക്യാൻസർ, ഓറൽ ക്യാൻസർ എന്നിങ്ങനെ 3 തരം ക്യാൻസർ രോഗങ്ങളുടെ ഹേതുവാണ് ഈ വില്ലൻ. സിഫിലിസ്, ഗൊണേറിയ, ഇങ്ങനെ കുറേ പേർ ബാക്കിയുണ്ട്. അതിനൊക്കെ ഫലപ്രദമായ ചികിത്സ ഉണ്ടെന്ന് സമാധാനം. പക്ഷേ ഫലപ്രദം എന്ന് പറഞ്ഞാലും പലപ്പോഴും ഒന്നെടുത്താൽ 1 ഫ്രീ, ഒന്നെടുത്താൽ 2 ഫ്രീ എന്ന വാഗ്ദാനം പോലെ ഗൊണേറിയയുടെ കൂടെ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസും ഒരുമിച്ച് ചാടിക്കയറും. ഇതൊക്കെയുള്ള പല രോഗികളെയും കണ്ടിട്ടുള്ള അനുഭവത്തിൽ പറയുന്നതാണ്, വെറും പറച്ചിലല്ല. വാണിംഗ് ആണെന്ന് കൂട്ടിക്കോളൂ. ഒരു അബദ്ധം പറ്റിപ്പോയി ഡോക്ടറെ, ഈ വാചകം കുറെ കേട്ടിട്ടുണ്ട്. ഈ വാചകം പറയാൻ ഇടവരുത്തരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിക്കുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് പല കാര്യങ്ങളിലുള്ള പല ആളുകൾക്കും അറിയാത്ത പല ഇതിൻ്റെ പിന്നിലുള്ള അപകടകരമായ അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പല ഇപ്പോഴത്തെ സമകാലികമായിട്ടുള്ള വിഷയങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കൂടിയാണ് എന്നുള്ളതും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആരെയോ വേദനിപ്പിച്ചുകൊണ്ടോ ഒന്നുമല്ല പോസ്റ്റ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത്.
ഏതായാലും നിരവധി ആളുകളാണ് പോസ്റ്റ് ചെറിയ സമയം കൊണ്ട് തന്നെ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിന് താഴെ കുറേ കമൻറ്റുകളുണ്ട്. ഗുഡ് ഇൻഫോർമേറ്റീവ് വേർഡ്സ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഡോക്ടർ സർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഉണ്ട്. വെരി ഗുഡ്, പറയേണ്ടത് കാര്യമായി എഴുതിയിട്ടുണ്ട്. സമൂഹത്തിന് കൊടുക്കാവുന്ന നല്ല ഉപദേശം. ബന്ധങ്ങളറ്റ് ഒറ്റപ്പെടുന്ന അവസ്ഥയും ഇങ്ങനെയുള്ളവർ പ്രതീക്ഷിക്കുക എന്നാണ് ഒരു കമന്റ്. വളരെ പ്രധാനപ്പെട്ട ആരോഗ്യ വിഷയങ്ങൾ സരസമായി ഡോക്ടർ അവതരിപ്പിച്ചു. അതിലടങ്ങിയിരിക്കുന്ന വലിയ സന്ദേശം ഉൾക്കൊള്ളാൻ യുവതലമുറയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഇതുവരെ ഒരാളും പേരിന് പോലും സ്പർശിച്ചിട്ടില്ലാത്ത ആംഗിൾ, താങ്ക് യു ഡോക്ടർ എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. ഏതായാലും വളരെ പോസിറ്റീവായിട്ടുള്ള കമന്റുകളാണ് വരുന്നത്. കാരണം ഇത്തരത്തിലുള്ള ന്യൂസുകൾ നമ്മൾ പല വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ ഡോക്ടർ ഹാരിസ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ നിസ്സാരവൽക്കരിക്കരുത്. അതിന് പിന്നിൽ പലതരത്തിലുള്ള ആരോഗ്യ സംബന്ധകരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പല അസുഖങ്ങളും നമുക്ക് ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണമാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇവിടെ ആരുടെയും പേരെടുത്ത് പറഞ്ഞോ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം കുത്തി നോവിപ്പിച്ചുകൊണ്ടോ ഒന്നും തന്നെയല്ല അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും യുവതലമുറ ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓരോ തലമുറ കഴിയും തോറും പല കാര്യങ്ങളിലും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം ഇല്ലാത്ത അവസ്ഥയുണ്ട്. പലപ്പോഴും ആരോഗ്യകരമല്ലാത്ത അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള അപകടം നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ പലർക്കും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവുക. ഏതായാലും ഡോക്ടറുടെ ഈ ഒരു പോസ്റ്റ് വളരെ ഉപകാരപ്രദം തന്നെയാണ്. അത് വായിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെ അത് തന്നെയാണ് കമൻറ്റ് ചെയ്യുന്നത്. മാത്രമല്ല നിരവധി ആളുകൾ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് കാണാനായിട്ടും സാധിക്കുന്നതാണ്. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കുരുക്ക് മുറുകുന്ന സാഹചര്യമാണ് പുറത്തുള്ളത്. ഇപ്പോൾ ഒരുപാട് അതിജീവിതകളാണ് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇനിയും കൂടുതൽ ആളുകൾ കടന്നു വന്ന് രാഹുലിനെതിരെ പരാതി ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല രാഹുലിനെ ഇത്തരത്തിൽ തുടരെ പരാതികൾ ഉയരുന്ന ഘട്ടത്തിൽ രാഹുലിനെ അയോഗ്യനാക്കാനുള്ള സാധ്യതയും ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഇനി നിയമസഭ എന്ത് തീരുമാനം ഈ വിഷയത്തിൽ എടുക്കും എന്നുള്ളത് കൂടി ഇവിടെ ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും കടുത്ത തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എതിർക്കാനുള്ള സാധ്യത ഇല്ലാത്ത സാഹചര്യത്തിൽ കടുത്ത ഒരു നീക്കത്തിലേക്ക് സ്പീക്കർ കടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്.